സ്മാർട്ട് പെൻ സഫാരിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ഇന്നത്തെ മഹനീയ വ്യക്തിത്വമാണ് സ്നേഹ. അതായത് ശില്പകലയിലെ പെൺ സാന്നിധ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് പിന്നിൽ കാണുന്ന ഇത്തരമുള്ള നന്ദികേശ ശില്പങ്ങളിലൂടെ തൻ്റേതായിട്ടുള്ളൊരു ചൂട് മുന്നേക്ക് വെച്ച ഒരു വ്യക്തിയാണ് സ്നേഹ. അപ്പോൾ സ്നേഹ, വളരെയധികം സന്തോഷം നിങ്ങളുടെ വർക്കുകൾ കാണാനും ഇവിടെ വന്ന് ഒന്ന് പരിചയപ്പെടുവാനും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുവാനും സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട്. എന്ത് പറയുന്നു സ്നേഹ? സന്തോഷമുണ്ട്. അനവധി ആദരവുകൾ സ്നേഹയെ തേടി എത്തിയിട്ടുണ്ട് അല്ലേ? ഇപ്പം ഈ ഇരിക്കുന്ന നന്ദികേശ ശില്പത്തിന് എന്താണ് പ്രത്യേകത? ഇത് ഞാൻ ചെയ്ത ശില്പമാണ് അല്ലേ? നമ്മൾ ഈ ഒരു ഇതാണ് ചിലർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ അവരെ പഠിപ്പിച്ച് അവര് ചെയ്ത ഇതുകളാണ്. അപ്പം വേൾഡ് റെക്കോർഡിലേക്ക് പോയ ശില്പം ഏതായിരുന്നു? അത് വേറെ വേളയിൽ ഒരെണ്ണമുണ്ട്. അത് ഇതിനെക്കാട്ടി വലിപ്പം ഉണ്ടാവില്ലേ? അപ്പൊ ഈ ശില്പത്തിന് എന്തെങ്കിലും പ്രത്യേകത നമുക്ക് പറയാൻ പറ്റുമോ? ഈ ശില്പത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിന് അനാട്ടമിക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഓരോ ശില്പത്തിനെയും തലക്കെട്ട്, കൊമ്പിന്റെ വ്യത്യാസം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ പ്രത്യേകതയായിട്ട് അത് അവരോട് നമുക്ക് അവർ പറയും നമുക്ക് അവർക്ക് ഇന്ന രീതിയിലൊക്കെ ചെയ്യണം എന്നാഗ്രഹം, നമ്മൾ അതുപോലെ ചെയ്യിപ്പിക്കും. എത്ര വർഷമായി കാണും സ്നേഹ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്? 4 വർഷം. 4 വർഷം കൊണ്ട് അല്ലേ? സ്നേഹയുടെ കയ്യിലിരിക്കുന്ന ഇപ്പൊ ഈ ഒരു നന്ദികേശ ശില്പത്തെ നോക്കി തന്നെ ഒരുപാട് പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് സ്നേഹയ്ക്ക് പറയാൻ പറ്റും? ഇത് കുമ്പിള് തടി ചെയ്ത് തീർത്തത്. കുമ്പിളിന്റെ തടി. അതിന്റെ നെറ്റിക്ക് ഒരു രുദ്രാക്ഷം വെച്ചപ്പോണ്ട് അഡീഷണൽ നമ്മളൊരു രുദ്രാക്ഷം കൂടെ പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ നമ്മുടെ ഈ ഓരോ ഭാഗത്തിനും ഓരോ പേരുകളുണ്ട്. ഇത്ര പേരുകളുണ്ട്. അങ്ങനെയാണ് നമ്മളൊരു ശിരസ് ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലേ? സ്നേഹം, നമ്മുടെ ഇഷ്ടത്തിനാണോ ഓരോ ക്ഷേത്രത്തിന്റെയും കാളത്തലകൾ ചെയ്യുന്നത്? ഇല്ല, അത് നമ്മുടെ അടുത്ത് അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്ന, അവർ പറയുന്ന അളവിലേക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഈ ശില്പനിർമ്മാണം അല്ലാതെ തന്നെ സ്നേഹം മറ്റ് ഏതെല്ലാം മേഖലകളിൽ? ഞാൻ ചുവർച്ചിത്രകല ചെയ്യുന്നുണ്ട്. ചുവർച്ചിത്രം. ഞാൻ ആറന്മുള വാസ്തുവിദ്യാപുരത്തിലാണ് പഠിച്ചത്. ഞാൻ പഠിച്ചു വന്ന ഫീൽഡ് കൃഷിയാണ്. അഗ്രികൾച്ചർ ആയിരുന്നു പഠിച്ചത്. പിന്നീട് ചെണ്ടമേളം. പിന്നീട് എവിടെയോ ഒരു പത്രമാധ്യമങ്ങളിൽ കണ്ടു സ്നേഹ ഇതുപോലെ ശില്പം കുത്തുന്നു എന്നൊക്കെയുള്ളൊരു വാർത്തകൾ നമ്മൾ കണ്ടു. അന്ന് അതിൽ പറയാതെ പോയൊരു കാര്യം ഉണ്ടായിരുന്നു. സ്നേഹയ്ക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് വലത് കൈക്ക് പ്രശ്നമുണ്ടല്ലേ? അപ്പൊ ആ ഒരു പ്രശ്നം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും ശില്പങ്ങൾ കുത്തി മാറുന്നത്. അപ്പൊ അത് ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ചലനശേഷി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയതാണ് വലം കൈക്ക്. അപ്പൊ ഡോക്ടർമാരുടെ ചെറിയൊരു പിഴവിലാണ് സംഭവിച്ചു പോയത്. 2 വർഷത്തോളം വലം കൈ ഇല്ലാണ്ടാണ് ഞാൻ ജീവിച്ചത്. പക്ഷെ ഇപ്പോൾ ഒരു 85-80% ഉള്ളൂ. ചലനശേഷി പൂർണ്ണമായിട്ടില്ല. അപ്പൊ എനിക്ക് എൻ്റെതായ രീതികളിലോ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉള്ളി പിടിക്കുന്നതിന് എൻ്റെതായ സ്റ്റൈലുണ്ട്. എനിക്ക് ഏത് ജോലി ചെയ്യുമ്പോഴും എൻ്റെതായ രീതി മാത്രം എനിക്ക് എല്ലാവരെയും പോലെ ചെയ്യാൻ പറ്റുന്നില്ല. സ്പീഡ് എൻ്റെ കൈക്ക് ഇപ്പോഴായാലും ബൾജ് ചെയ്യും പെട്ടെന്ന്. ഒരു ഓവർ സ്ട്രെയിൻ എടുത്ത് കഴിയുമ്പോൾ കൈ, അപ്പം ഇങ്ങനെ കൊത്തുപണിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കൈ കെട്ടി വെച്ചോണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഭഗവാന്റെ വലിയൊരു അനുഗ്രഹത്തോടു കൂടിയാണ്. വയ്യാത്ത കൈയാണെങ്കിൽ തന്നെയും അനവധി അംഗീകാരങ്ങൾ തന്നെ. അംഗീകാരങ്ങളല്ല, ഡോക്ടർമാരെ ആദ്യമേ ഞാൻ ശില്പകലയിൽ വന്ന സമയത്ത് ഭയങ്കര വേദന അനുഭവിക്കേണ്ടി വന്നു. ഡോക്ടറെ അടുത്ത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് സ്ട്രെയിനുള്ള പണിക്ക് ചെയ്യണ്ട. എന്നാലും എനിക്ക് ആ ഒരു സ്വപ്നം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ അതിന് മുന്നോട്ട് തന്നെ പോയി. ദൈവം സഹായിച്ച് ഇതുവരെ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോകുന്നു. അപ്പോൾ നമുക്ക് സ്നേഹയുടെ വീട്ടുവിശേഷം കൂടെ നമ്മൾ ഇതിനോടൊപ്പം പ്രേക്ഷകരെ പങ്കുവെക്കുകയാണ്. എവിടെയാണ് സ്നേഹയുടെ വീട്? എൻ്റെ വീട് വള്ളിയൂന്നാണ്. എന്നെ വിവാഹം ചെയ്തുകൊണ്ട് പോയത് കാപ്പിലാണ്. അപ്പം ഇപ്പൊ പറഞ്ഞു ചുവർച്ചിത്രം ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഈ ശില്പം ചെയ്യുന്നുണ്ട്, മേളം അഭ്യസിച്ചെന്ന് പറയുന്നു. ഇപ്പൊ ഇതിലെല്ലാം ഒരു താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മനസ്സിന് ആനന്ദം നൽകുന്ന ഒരു വർക്ക് ഇത് തന്നെയാണ്. നന്ദികേശ ശില്പങ്ങളാണ്. അവിടേക്ക് ലയിച്ച് ചേരുകയാണ്. ഇതിന്നൊക്കെ പിന്മാറണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നിട്ടും എന്റെ കൈയുടെ സാഹചര്യം കൊണ്ട് വീട്ടുകാരൊക്കെ ആദ്യം എതിർത്തിരുന്നു. കാര്യം ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വന്നു. അപ്പം പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അതിലേക്ക് തന്നെ അടിയുറച്ച് നിൽക്കുകയാണ്.
അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ഈ ചെറിയ ഒരു കെട്ടുകാഴ്ചയുടെ മിനിയേച്ചർ ഉണ്ട്, അതിനെപ്പറ്റി നമുക്കൊന്ന് പറയാം. അപ്പം ഞങ്ങൾക്ക് സാംസ്കാരിക വകുപ്പിൽ നിന്ന് RH പദ്ധതി എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുണ്ട്. അതിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനകത്ത് മിനിയേച്ചർ നന്ദികേശ ശില്പമാണ് നിർമ്മിക്കുന്നത്. അപ്പം അതിൻ്റെയാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇത് എവിടെയെങ്കിലും ക്ഷേത്ര സന്നിധിയിൽ കൊണ്ടുപോയിട്ടുണ്ടോ? ഈ പ്രാവശ്യം ഓച്ചിറ 28ാം ഓണത്തിന് ഫേമസ് ആയിട്ട് നിന്ന് ഒരു ചെറിയ നന്ദികേശ കലാരൂപം. ഈ സ്കൂളിന്റെ മറ്റ് വിശേഷങ്ങളുടെ കൂടെ ഞങ്ങൾ മറ്റെല്ലാവരിൽ നിന്നും അറിയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പം വളരെയധികം സന്തോഷം. അപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്ന ഈ വനിതാരത്നങ്ങളാണ് ഇവിടെ ഇപ്പോൾ നന്ദികേശ ശില്പങ്ങളുടെ ഛായ കളറിങ് വർക്കിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ എത്ര വർഷമായി ചേച്ചി ഇവിടെ? എത്ര നാളുകൊണ്ട് ഇപ്പോൾ നിങ്ങളിപ്പം ഇത് അഭ്യസിക്കുന്നുണ്ട്? 1.5 മാസം കഴിഞ്ഞു. 1.5 മാസം കൊണ്ട് ഇപ്പം കഴിഞ്ഞു. ഡിസംബർ 15 ആകുമ്പോഴത്തേക്ക് 2 മാസമാകും. 2 മാസമാകും. എങ്ങനെയുണ്ട് ചേച്ചി ഇവിടുത്തെ പഠിത്തം? ഭയങ്കര സന്തോഷം. ഞാൻ കുറേ ദൂരെ നിന്ന് വന്നാണ്. എവിടെയാണ് സ്ഥലം? എൻ്റെ വീട് പത്തനംതിട്ട. കടമനിട്ടയിൽ നമ്മുടെ ഈ കരിമുളക്കിൽ ചാരിമൂട് കരിമുളക്കിലെത്തി നന്ദികേശ ശില്പങ്ങൾ പഠിക്കുവാൻ തീരുമാനിച്ചു. അതെ. അപ്പോൾ സന്തോഷമുണ്ടല്ലേ? സന്തോഷമുണ്ട്. സന്തോഷമുള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇത്ര. ഇപ്പോൾ എത്ര നാളായി ഇപ്പോൾ ഇവിടെ എത്തിയിട്ട്? ഇവിടെ 2 മാസമായി. 2 മാസം കൊണ്ട് അഭ്യസിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം പെയിന്റിങ്ങിന്റെ ട്രാക്കിലേക്ക് വന്നു തുടങ്ങി. അതെ. ചിത്രകലയുമായിട്ടൊപ്പം മുമ്പ് ബന്ധങ്ങൾ വല്ലതും ഉണ്ടോ? ഇതിനു മുമ്പ് ഞാൻ ഓൾറെഡി പോർട്രേറ്റ് ആർട്ടിസ്റ്റ് ആണ്. പിന്നെ മ്യൂറൽ പെയിന്റിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ചെറുതായിട്ട് പഠിച്ചിട്ടേ ഉള്ളൂ. ബേസിക്സ് ആയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് നന്ദികേശ ശില്പത്തിലേക്ക് എത്തി. സന്തോഷമാണല്ലേ? അതെ അതെ. സ്വസ്തിക നന്ദികേശ നിർമ്മാണ കലാകേന്ദ്രത്തിൻ്റെ പ്രിൻസിപ്പളാണല്ലേ? അതെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ? ഇവിടുത്തെ പ്രവർത്തനമൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പം നമുക്കിപ്പം ഇവിടെ ഒരു ഇങ്ങനെ ചാരിമൂട് കരിമുളയ്ക്കൽ കേന്ദ്രീകരിച്ചിട്ട് ഇങ്ങനെ ഒരു കലാകേന്ദ്രം തുടങ്ങിയത് ഇപ്പോൾ എത്ര വർഷമായി ഇതിന് പിന്നിൽ? ഏകദേശം ഞങ്ങൾ 5 വർഷത്തോളമായി. 5 വർഷത്തോളമായി. എങ്ങനെയുണ്ട് ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ? വലിയ വിഷയമില്ലാതെ നടക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം പിള്ളേരുണ്ട് പഠിക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഇതുപോലെ ക്ലാസ്സുകൾ എടുത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട് കുറച്ച് ആൾക്കാർ ഇതിൻ്റെ കൊത്തുപണി എല്ലാം പഠിക്കാനായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, നിർമ്മാണ രീതികൾ. അപ്പം സ്വാഭാവികമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു താല്പര്യം തോന്നും, എങ്ങനെ ഞങ്ങൾക്കും ഇതിലേക്ക് വന്ന് ചേരാമെന്നുള്ളൊരു താല്പര്യമാണ്. അത് ഇതിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഇവിടുത്തെ റൂൾസും കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവികമായിട്ടുള്ളൊരു കലയാണ്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ നമ്മൾ ക്ഷമ, അതുപോലെ തന്നെ കുറച്ചൊക്കെ ഈശ്വരാധീനം കൂടെ വേണം നമുക്ക് ഇതിനകത്തിൽ വന്ന് ചേരണമെങ്കിൽ. നമ്മൾ ഇപ്പം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പോലല്ല. അതായത് ചില നിയോഗം വിധിയൊക്കെ ഉണ്ട്, എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിന്. അപ്പം അതിനെ ബേസ് ചെയ്തിരിക്കും. ഇവിടെ നമുക്ക് എത്ര നാളത്തെ കോഴ്സായിരിക്കും? ഇവിടെ ഇപ്പോൾ നമുക്കാണെങ്കിൽ പിന്നെ 2 രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് നമ്മളാണെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ട് ഇതുപോലെ ഈ പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം എടുത്ത് ചെയ്യുന്നത്, അത് 50 ദിവസത്തെ ക്ലാസ്. പിന്നെ അതല്ലാതെ അത് 18 വയസ്സ് കഴിഞ്ഞവർക്കാണ്. പിന്നെ അല്ലാതെ അതിൽ താഴോട്ടുള്ളവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേരല്ലേ, അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നന്ദികേശൻ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്രേസ് ഉള്ളവരാണ്. അപ്പം അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അവർക്ക് സ്കൂളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർ ഞായറാഴ്ച ദിവസമാണ് വരാറ്. അപ്പോൾ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഡ്യൂറേഷൻ ഇല്ല. അവർക്ക് എത്ര നാൾ അവർക്ക് പഠിക്കണോ അത്രയും നാൾ ഇവിടെ പഠിക്കാം. ആ ഒരു രീതിയിലാണ്. പിന്നെ അല്ലാതെ ഈ കോഴ്സല്ലാതെ, സർട്ടിഫിക്കറ്റ് കോഴ്സല്ലാതെ നമ്മുടെ കൂടെ നിന്ന് വർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയും ചെയ്യാം.
വൈശാഖ ഇപ്പം അടുത്തിടെ ചെയ്തിട്ടുള്ള വർക്കുകളിൽ ഏറ്റവും മനസ്സിന് സന്തോഷം തോന്നിയൊരു വർക്ക് ഏതായിരുന്നു? അടുത്തിടെ ചെയ്തിട്ടുള്ളത് ഒന്ന് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വേണ്ടാതെ ചവിട്ടുവിട്ട് തള്ളിക്കളഞ്ഞൊരു നന്ദികേശ ശിരസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കാണുമ്പോൾ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ആർക്കും വേണ്ടാത്ത രീതിയിൽ വെച്ചിരുന്നതാണ്. അത് എടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറയിൽ കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി, അതിൻ്റെ പഴക്കം മനസ്സിലായി. ഏകദേശം 145 വർഷം പഴക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ചുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഒരു നന്ദികേശ ആദ്യകാലത്ത് ചെയ്തതാണ്. ആദ്യകാലങ്ങളിൽ ഏതോ ചെയ്തതാണ്, ആരോ ചെയ്തതാണ്. അത് ശില്പി ആരാണെന്നൊന്നും അറിയത്തില്ല, കാരണം 145 വർഷം പഴക്കമുണ്ട്. അപ്പോൾ അന്ന് ഒരു പ്രഗത്ഭരായിട്ടുള്ള ആരോ ചെയ്തതാണ്. നമ്മൾ റീവർക്ക് ചെയ്തു. നമ്മുടെ കൈ കിട്ടുമ്പോൾ അത് ഒറ്റ ശിരസ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അന്നേരം ചെവി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചെവി നമ്മൾ രണ്ടാമത് അഡീഷണലായിട്ട് ആഡ് ചെയ്ത് പെയിൻറ് ചെയ്ത് നമ്മൾ വൃത്തിയാക്കി ക്ഷേത്ര ഭരണസമിതിയെ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ ചുനക്കര അമ്പലത്തിൽ തന്നെ നമ്മളത് ഭിത്തിയിലൊരു ശയനമൂർത്തി എന്നും പറഞ്ഞുകൊണ്ടൊരു ചുവർച്ചിത്രം. പക്ഷെ ആർക്കും അറിയത്തില്ല അതായത് ആരാണെന്ന്, ആ ചെയ്തേക്കുന്ന ചിത്രം ആരാണെന്ന് അറിയത്തില്ല. ഫസ്റ്റ് ചെയ്തേക്കുന്നതല്ല, ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് അനാട്ടമി വെച്ചിട്ട് ശിവനാണോ വിഷ്ണുവാണോ എന്ന് മനസ്സിലാവാത്ത അവസ്ഥയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതുവരെ നമ്മൾ അനന്തശയനം മാത്രമേ കണ്ടിട്ടുള്ളൂ. ശിവന്റെ ഇങ്ങനെ കിടക്കുന്ന രൂപം പിന്നെ അങ്ങനെ വലുതായിട്ട് ആരും ചെയ്തിട്ടില്ല. അപ്പം നമ്മളത് ഇപ്പം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സാറ് ചെയ്തിട്ടുണ്ട് ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ. പുള്ളിയുടെ ഒരു ഇൻസ്പിറേഷൻ വെച്ചിട്ട് അത് പുള്ളി ക്യാൻവാസിലാണ് ചെയ്തത്. ഞാൻ എൻ്റെ ഒരു അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ട് നമ്മൾ ചുനക്കര മാതാ ക്ഷേത്രത്തിനകത്ത് ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ വാസുകീശയനം എന്നും പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സ്നേഹം കൂടെ ചെയ്തിരിക്കുന്നു. ഈ ശില്പനിർമ്മാണമല്ലാതെ മറ്റേതൊക്കെ കോഴ്സുകൾ നമുക്കിവിടെ പിന്നെ ക്ലാസ്സുകൾ നടത്തുന്നതെന്ന് നമ്മളാണെങ്കിൽ ചിത്രരചന, പിന്നെ ചിത്രരചന, ക്ലേ മോഡലിങ്, നന്ദികേശ ശില്പനിർമ്മാണം, പിന്നെ ചെണ്ടമേളം ക്ലാസ്, അതേപോലെ തന്നെ മ്യൂസിക്, ക്ലാസിക്കൽ ഡാൻസ്, ഇത്രയും ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വസ്തികയിൽ വന്നു കഴിഞ്ഞാൽ നിരവധി വിദ്യകൾ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങാം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇവിടെയുള്ള അധ്യാപകരൊക്കെ പ്രഗത്ഭരായിട്ടുള്ളവർ തന്നെയാണ്. ആരെയും തീരെ ഇല്ല പറഞ്ഞാൽ നിലവാരം കുറഞ്ഞവരല്ല. എല്ലാവരും നല്ല പിന്നെ മ്യൂസിക് പഠിപ്പിക്കുന്നതായാലും ഗാനഭൂഷണം കൃഷ്ണകുമാർ സാറ്, ചെണ്ടമേളം പഠിപ്പിക്കുന്നത് കലാഭാരതി ജയകുമാർ സാറ്, പിന്നെ ഡ്രോയിങ് ടീച്ചിങ് ചെയ്യുന്നതായാലും നമുക്ക് URF വേൾഡ് റെക്കോർഡുകൾ ഉൾപ്പെടെ കിട്ടിയിട്ടുള്ള സ്നേഹ, പിന്നെ അതുപോലെ ഞങ്ങളെല്ലാവരും തന്നെയാണ് ഇതിൻ്റെയൊക്കെ. നല്ലൊരു ശിക്ഷണത്തിൻ്റെ കീഴിലാണ് ഇവിടെയുള്ള വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ അല്ലാതെ ഒരു 3-4 ഇൻസ്റ്റിറ്റ്യൂട്ട് വെളിയിൽ പോയി പഠിപ്പിക്കുന്നുണ്ട്. അതും ഈ ടീം വർക്ക് തന്നെയാണ്. അത് ഈ ടീം വർക്ക് അല്ല, അത് വേറെ ഓരോരുത്തരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് ഈ ചെണ്ട മറ്റുള്ള വിദ്യകൾ അഭ്യസിപ്പിക്കുന്നത് ഏതൊക്കെ ദിവസമായിരിക്കും? അത് പിന്നെ ക്ലാസ്സുകളെല്ലാം വരുന്നത് ഞായറാഴ്ച ദിവസമാണ്. കാരണം കൂടുതലും വരുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ ഒരു ടൈം കൂടെ വെച്ചിട്ട് ഞായറാഴ്ച ദിവസമാണ് ക്ലാസ്സുകൾ മൊത്തം അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ തിങ്കൾ തൊട്ട് വെള്ളി വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കോഴ്സുകൾ സർട്ടിഫൈഡായിട്ട് ഈ 50 ദിവസത്തെ ക്ലാസ്സിന് വരുന്നവരുടെ ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രിൻസിപ്പാളിൻ്റെ പേര് ചോദിക്കാൻ മറന്നുപോയി, നമ്മൾ കാര്യങ്ങളിലേക്ക് വരികയായിരുന്നു. എൻ്റെ പേര് വിശാഖ കരിമുളകൽ. ഒഫീഷ്യൽ നെയിം വിശാഖ വിശ്വൻ. അപ്പം ആൾക്കാർക്ക് അറിയാനൊരു ഇതുകൂടെ ഉണ്ടാകും, വീഡിയോ പല സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിന് പ്രോപ്പർ സ്ഥലം കൂടെ? ഇത് നമ്മുടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കായംകുളം ചാരുമൂട് കരിമുളക്കൽ എന്ന് പറയും. ആലപ്പുഴ ജില്ലയിൽ കായംകുളം ചാരുമൂട് വെട്ടിക്കോട് ക്ഷേത്രത്തിൻ്റെ ജസ്റ്റ് 1 കിലോമീറ്റർ കിഴക്കായിട്ട്. ശരി. അപ്പോൾ നമ്മുടെ ഈ ഒരു കലാകേന്ദ്രത്തിൽ എത്തുമ്പോഴേ നമ്മളിവിടെ പാലിക്കേണ്ട ചില മര്യാദകളുണ്ടല്ലോ. അതിപ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും അവിടെ കുറച്ച് നിബന്ധനകളുണ്ട്. ഇതിപ്പം നമുക്കാണെങ്കിൽ ഉള്ള നിബന്ധനകൾ കുറച്ച് പറഞ്ഞാൽ നമ്മളിത് നന്ദികേശ ശില്പം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ശുദ്ധിയും വൃത്തികളും കാര്യങ്ങളും ഇവിടെ പാലിക്കണം. കാരണം നമ്മളിതൊരു ക്ഷേത്ര സമ്മാനമായിട്ട് കൊണ്ടു നടക്കുന്നത്. കാരണം ഇത് എന്തായാലും പറഞ്ഞാൽ ജനകീയമായിട്ട് നിൽക്കുന്നതാണേലും പക്ഷേ ഇത് കൂടുതലും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു.
അപ്പം പിന്നെ ഇത് ഒരു വിഭാഗം ജനങ്ങളുടെ ആരാധനയുടെ പിന്നെ ഇതാണ് എന്തുവാ ആരാധനയുടെ ബേസായിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ ഒരു വിഭാഗം ജനങ്ങളുടെ വൈകാരികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പിന്നെ അതിനകത്തിൽ അത് കീപ്പ് ചെയ്ത് പോകണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ പഠിക്കാൻ വരുന്നവരായാലും നമ്മുടെ അത് ഇല്ല പറഞ്ഞാൽ കടുംകട്ടിയായിട്ടുള്ള നിയമങ്ങളൊന്നും അല്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ അത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു അച്ചടക്കം ക്ലിയർ ചെയ്തു പോകാൻ വേണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ശില്പങ്ങൾക്ക് നന്ദികേശ ശിരസുകൾക്ക് അളവ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അളവും കാര്യങ്ങളൊക്കെ തീർച്ചയായും ഉണ്ട്. അതേപോലെ തന്നെ ഇത് ചെയ്യുന്ന തടികൾ ദേവവൃക്ഷങ്ങളിലാണ് നമ്മൾ നന്ദികേശ ശിരസുകൾ ചെയ്യുന്നത്. അത് പാല, കുമിള്, ഊറാവ്, വെൺകൊട്ട, പിന്നെ പൂപ്പാതിരി, അങ്ങനെ കുറേ മരങ്ങളുണ്ട്, പ്ലാവ്. അപ്പോൾ ഈ തടികൾക്കുള്ള പ്രത്യേകത എന്തായിരിക്കും? അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ദേവവൃക്ഷങ്ങൾ എന്ന് പറയുന്ന ജനസിൽപ്പെട്ട, അതായത് പാലുള്ള തടികളാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ശരംകുത്തുപാല എന്ന് പറയുന്നത് ഏഴംപാലയില്ലേ, അതാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തിൽ ഏറ്റവും ബെറ്റർ ചന്ദനപ്പാലയാണ് ഏറ്റവും ബെറ്റർ. അത് ചെറിയ ഇല വരുന്നത്, അതാകുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ നല്ലതാണ്. പിന്നെ ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് നന്ദികേശ ശിരസ് ചെയ്യാൻ പറ്റുന്നത് കുമ്പിള് തടിക്കകത്ത്. അതെ, വെയിറ്റ് കുറവായിരിക്കും കുമ്പിളിൽ. ഇപ്പം ആദ്യമൊക്കെ നല്ല വെയിറ്റ് കാണും, അതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കിന് ഇതിപ്പോൾ നമ്മളാണെങ്കിൽ ഒരു 10 കിലോ ഉള്ള സാധനമാണെങ്കിൽ ഒരു 3-4 കിലോ ഒക്കെ ആയിട്ട് ചുട്ട് കയറും. അപ്പോൾ ഇതിൽ പറയുന്ന പോലെ നമ്മളിത് നന്ദികേശനിലാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എത്രയും മേളിൽ ഹൈറ്റിൽ സെറ്റ് ചെയ്യണ്ടേ, വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ സാധനം കയറ്റി വെക്കുന്നതിന് റിസ്ക് വരും. അപ്പോൾ അതിനനുസരിച്ച് കുമ്പിളിലൊക്കെ ആകുമ്പോഴത്തേക്കിന് കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് വെയിറ്റ് ബാലൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിസ്ക് കുറവാണ്. 1-2 പേർക്ക് തന്നെ ഊക്കിയെടുക്കാനും വലുതൊക്കെ പറ്റും. ഈ പറയുന്ന തടികളിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു തടി ഏതായിരിക്കാം? ഇതിനകത്തിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് പിന്നെ ഇത് വരുന്നവർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഊറാവ് എന്ന് പറയുന്നത് നമ്മുടെ കുളമാവ്. അത് വലുതായിട്ട് എടുക്കണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊത്തുപണിക്ക് പാടിൻ്റെ അല്ല, ഇതിപ്പോൾ പണിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പാട് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടുന്നുണ്ടല്ലേ. കാരണം ഈ പലരും കൊണ്ടുപോയി ഈ ഉത്സവം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു മുറിയിൽ വെച്ച് വിളക്കത്തിച്ച് പൂട്ടി വെക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിനകത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ചൂട് കാരണം ഇതിന് വെറി വീഴും. ഏറ്റവും കൂടുതൽ വെറി വീഴുന്നത് ഈ കുളമാവിനാണ്. അത് ഇങ്ങനെ പൊട്ടിയിരിക്കും. അപ്പോൾ അതിലും നല്ലത് ഒന്നെങ്കിൽ പാല അല്ലെങ്കിൽ കുമ്പിള്. എല്ലാം ഏകദേശം ഇച്ചിരി കുമ്പിളിലാണ് ഇച്ചിരി റേറ്റ് വരുന്നത്. പക്ഷേ പാല ഒക്കെ നമുക്കാണെങ്കിൽ ഇതിൻ്റെയൊക്കെ സെയിം റേറ്റിൽ തന്നെ ചെയ്തു പോകാമെന്നുള്ളൂ. അപ്പോൾ വളരെയധികം സന്തോഷമാണ് അപ്പോൾ ഈ ഒരു നന്ദികേശ ശില്പം. പിന്നെ നല്ല എല്ലാം പറഞ്ഞാൽ നമുക്കാണെങ്കിൽ വേറെ മറ്റുള്ള ജോലിയിലേക്ക് വിട്ട് നമുക്ക് ടെൻഷൻ ഒരുപാട് അടിക്കണ്ട. കാരണം നമ്മളെല്ലാം പണ്ടുള്ളവർ പറയത്തില്ലേ, നമ്മളൊരിക്കലും ഒരു ജോലി കഷ്ടപ്പെട്ട് ചെയ്യരുത്, നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യണത്. ഇപ്പം ഞാൻ തന്നെ നേരത്തെ അരുണാചലിലെ സ്കൂളിൽ ടീച്ചറായിരുന്നു. അപ്പം ഞാനത് ഉപേക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു മേഖല കണ്ടെത്തി ഇപ്പം ഫുൾ ടൈം ആർട്ടിസ്റ്റാണ്. കാരണം എൻ്റെ മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ വഴിക്ക് പോവുക, ആ ഒരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്നേഹയായാലും പിന്നെ ആ ഒരു ഇത് തന്നെ കീപ്പ് ചെയ്യുന്നത്. കാരണം സ്നേഹയാണെങ്കിൽ കൃഷിഭവനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പുള്ളിക്കാരി അത് വിട്ടിട്ട് ഫുൾ ടൈം ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അത് ഞങ്ങളെല്ലാവരും ഈ പറയുന്ന പോലെ ഓരോ മേഖലയിൽ നിന്ന് അവിടുത്തെ ബുദ്ധിമുട്ടിനെക്കാട്ടി ഞങ്ങൾക്ക് ഇവിടെയാണ് നമ്മുടെ മനസ്സിന് എന്താണോ സന്തോഷം കിട്ടുന്നത് അത് കണ്ടെത്തി ജീവിക്കുക. ഞാൻ പറയുന്ന പോലെ അത് എനിക്ക് പേരൻസിനോട് പറയാനുള്ളൊരു മെസ്സേജ് തന്നെയാണ്. കാരണം നമ്മുടെ കുട്ടികൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനവരെ പ്രാപ്തനാക്കുക. അല്ലാതെ നമ്മുടെ ആഗ്രഹങ്ങൾ അവരുടെ മേളിൽ അടിച്ചേൽപ്പിച്ച് അവരെ പുസ്തകം ചുമക്കുന്ന പുഴുവാക്കാതെ അവരുടെ ഇഷ്ടം കുട്ടികളെ പട്ടങ്ങളാക്കി പറത്തി വിടുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ചരട് നമ്മുടെ കൈ വേണമെന്നേ ഉള്ളൂ. വളരെ സന്തോഷം. ഓക്കെ. അപ്പോൾ ഇവിടെ വന്ന് സ്വാസ്ഥികയിൽ കുറച്ചു നേരം ചെലവിടാനും സ്മാർട്ട് പെൻ സഫാരിയിലേക്ക് നമ്മളുടെ ഇവിടുത്തെ വിശേഷങ്ങൾ അറിയിക്കാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെയധികം സന്തോഷം തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ സ്വാസ്ഥിക കൊടുമുടികൾ കീഴടക്കി ജൈത്രയാത്ര ഇനിയും തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകൾ നേരുകയാണ്.